ഇന്ന് നമ്മൾ ആശയവിനിമയത്തിൻ്റെയും വിനോദത്തിൻ്റെയും മുഖ്യവേദിയാകുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു ഭാഗമായ സോഷ്യൽ മീഡിയ, പക്ഷേ അതിൻ്റെ 21-ാം നൂറ്റാണ്ടിലെ പ്രതിഫലനം എന്താണ്? അത് നല്ലതോ അതോ ചീത്തയോ? ഇത് അറിയാൻ അടുത്തതായി മനോഹരമായ സ്കിറ്റ് നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു നമ്മുടെ G7-ലെ മിടുക്കികൾ. എല്ലാവരും വന്നു. എൻ്റെ കൂട്ടുകാരെ നിങ്ങൾക്ക് കാണണ്ടേ? ഞാനാണ് വാട്സപ്പ്. ഈ ലോകം മുഴുവൻ എന്നെയാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത്. കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ എൻ്റെ ആളുകളാണ്. എല്ലാവരുടെയും സമയം ഞാനാണ് നിയന്ത്രിക്കുന്നത്. ഞാനാണ് ടിക്ടോക്ക്. ഞാനൊരു വിനോദ ലോകമാണ്. എത്രയോ പേരുടെ സമയമാണ് ഞാൻ എൻ്റെ മുൻപിൽ പിടിച്ചു വെക്കുന്നത്. അങ്ങനെ അവരുടെ പരലോകത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഞാൻ അകറ്റുന്നു. ഞാനാണ് ഇൻസ്റ്റഗ്രാം. ഫിൽറ്റർ ഇട്ട് ഫോട്ടോകളിലൂടെ നിങ്ങൾ എൻ്റെ മുന്നിൽ സ്വയം മറന്ന് ഇരുന്നു തരുന്നു. മറ്റുള്ളവരുടെ റീൽസുകൾ കണ്ട് യഥാർത്ഥ ജീവിതം നിങ്ങൾ മറന്നുപോകുന്നു. ഞാനാണ് ഫേസ്ബുക്ക്. എന്നിൽ നിന്നാണ് സോഷ്യൽ മീഡിയ തുടങ്ങിയത്. ഓർമ്മകൾ ഷെയർ ചെയ്യുന്നതോടൊപ്പം ഫേക്ക് ന്യൂസുകളും വിവാദങ്ങളും ഷെയർ ചെയ്ത് നിങ്ങളെ നന്മയിൽ നിന്ന് ഞാൻ അകറ്റുന്നു. ഞാനാണ് യൂട്യൂബ്. മിക്ക വീടുകളിലും ഓരോരുത്തരും എന്നെ വെച്ച് പൈസ ഉണ്ടാക്കുന്നു. അതിൽ നന്മയും തിന്മയും ആരും തന്നെ നോക്കാറില്ല. ഞാനാണ് ഗൂഗിൾ. അറിവിന്റെ രാജാവാണ് ഞാൻ. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നത് ഞാനാണ്. ഉമ്മ, എനിക്കിതൊന്ന് പറഞ്ഞു തരുമോ? നീ പോയി ഇത്തത്തയോട് ചോദിക്ക്. ഞാൻ കുറച്ച് ബിസിയാണ്. ഇത്തത്ത, എനിക്കിതൊന്ന് പറഞ്ഞു തരുമോ? ഇല്ല, എനിക്ക് സമയമില്ല. നീ ഉമ്മയോട് തന്നെ ചോദിക്ക്. ആർക്കും നേരമില്ല. ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. നീ ഇങ്ങോട്ട് വാ. നിനക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. നീ ഇങ്ങോട്ട് വാ. നീ ഇങ്ങോട്ട് വാ. നീ ഇങ്ങോട്ട് വാ. നീ ഇങ്ങോട്ട് വാ. ഞാനാണ് വിശുദ്ധ ഖുർആൻ. എന്നെക്കൊണ്ട് മാത്രമേ ഈ ലോകത്തും നാളെ പരലോകത്തും നിങ്ങൾക്ക് ഉപകാരമുണ്ടാവുകയുള്ളൂ. എന്നിട്ടും ഈ ലോകത്ത് എന്നെ ആരും ഓർക്കുന്നു പോലുമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ ഹയാത്തദ് ദുനിയാ ലഅബുൻ വലഹ് വഇൻ തുഅ്മിനൂ വതത്തഖൂ യുഅ്തികും ഉജൂറകും. നിശ്ചയമായി ഇന്ന് നമ്മൾ ആശയവിനിമയത്തിൻ്റെയും വിനോദത്തിൻ്റെയും മുഖ്യവേദിയാകുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു ഭാഗമായ സോഷ്യൽ മീഡിയ, പക്ഷേ അതിൻ്റെ 21-ാം നൂറ്റാണ്ടിലെ പ്രതിഫലനം എന്താണ്? അത് നല്ലതോ അതോ ചീത്തയോ? ഇത് അറിയാൻ അടുത്തതായി മനോഹരമായ സ്കിറ്റ് നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു നമ്മുടെ G7-ലെ മിടുക്കികൾ. എല്ലാവരും വന്നു. എൻ്റെ കൂട്ടുകാരെ നിങ്ങൾക്ക് കാണണ്ടേ? ഞാനാണ് വാട്സപ്പ്. ഈ ലോകം മുഴുവൻ എന്നെയാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത്. കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ എൻ്റെ ആളുകളാണ്. എല്ലാവരുടെയും സമയം ഞാനാണ് നിയന്ത്രിക്കുന്നത്. ഞാനാണ് ടിക്ടോക്ക്. ഞാനൊരു വിനോദ ലോകമാണ്. എത്രയോ പേരുടെ സമയമാണ് ഞാൻ എൻ്റെ മുൻപിൽ പിടിച്ചു വെക്കുന്നത്. അങ്ങനെ അവരുടെ പരലോകത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഞാൻ അകറ്റുന്നു. ഞാനാണ് ഇൻസ്റ്റഗ്രാം. ഫിൽറ്റർ ഇട്ട് ഫോട്ടോകളിലൂടെ നിങ്ങൾ എൻ്റെ മുന്നിൽ സ്വയം മറന്ന് ഇരുന്നു തരുന്നു. മറ്റുള്ളവരുടെ റീൽസുകൾ കണ്ട് യഥാർത്ഥ ജീവിതം നിങ്ങൾ മറന്നുപോകുന്നു. ഞാനാണ് ഫേസ്ബുക്ക്. എന്നിൽ നിന്നാണ് സോഷ്യൽ മീഡിയ തുടങ്ങിയത്. ഓർമ്മകൾ ഷെയർ ചെയ്യുന്നതോടൊപ്പം ഫേക്ക് ന്യൂസുകളും വിവാദങ്ങളും ഷെയർ ചെയ്ത് നിങ്ങളെ നന്മയിൽ നിന്ന് ഞാൻ അകറ്റുന്നു. ഞാനാണ് യൂട്യൂബ്. മിക്ക വീടുകളിലും ഓരോരുത്തരും എന്നെ വെച്ച് പൈസ ഉണ്ടാക്കുന്നു. അതിൽ നന്മയും തിന്മയും ആരും തന്നെ നോക്കാറില്ല. ഞാനാണ് ഗൂഗിൾ. അറിവിന്റെ രാജാവാണ് ഞാൻ. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നത് ഞാനാണ്. ഉമ്മ, എനിക്കിതൊന്ന് പറഞ്ഞു തരുമോ? നീ പോയി ഇത്തത്തയോട് ചോദിക്ക്. ഞാൻ കുറച്ച് ബിസിയാണ്. ഇത്തത്ത, എനിക്കിതൊന്ന് പറഞ്ഞു തരുമോ? ഇല്ല, എനിക്ക് സമയമില്ല. നീ ഉമ്മയോട് തന്നെ ചോദിക്ക്. ആർക്കും നേരമില്ല. ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. നീ ഇങ്ങോട്ട് വാ. നിനക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. നീ ഇങ്ങോട്ട് വാ. നീ ഇങ്ങോട്ട് വാ. നീ ഇങ്ങോട്ട് വാ. നീ ഇങ്ങോട്ട് വാ.
ഞാനാണ് വിശുദ്ധ ഖുർആൻ. എന്നെക്കൊണ്ട് മാത്രമേ ഈ ലോകത്തും നാളെ പരലോകത്തും നിങ്ങൾക്ക് ഉപകാരമുണ്ടാവുകയുള്ളൂ. എന്നിട്ടും ഈ ലോകത്ത് എന്നെ ആരും ഓർക്കുന്നു പോലുമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ ഹയാത്തദ് ദുനിയാ ലഅബുൻ വലഹ് വഇൻ തുഅ്മിനൂ വതത്തഖൂ യുഅ്തികും ഉജൂറകും. നിശ്ചയമായും ഐഹിക ജീവിതം കളിയും വിനോദവും തന്നെയാകുന്നു. നിങ്ങൾ വിശ്വസിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നതായാൽ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഫലങ്ങൾ നൽകുന്നതാണ്.